സോ ഫ്രണ്ട്സ്, നമ്മുടെ എഫ് കാറ്റിൻ്റെ പുതിയ ഒരു വേക്കൻസി വന്നേക്കുവാണ്. സോ ഈ നവംബർ 17 തൊട്ട് 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡിസംബർ മാക്സിമം നിങ്ങൾ 13 ഡിസംബർ മുമ്പേ നിങ്ങൾ അപ്ലൈ നോക്കുക, അല്ലെങ്കിൽ പിന്നെ ഫീസ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇതിന് മെന്നും വിമനും രണ്ടുപേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് ഈ വരുന്ന ജനുവരി 31 ഓക്കെ. വേക്കൻസി പറയുവാണെങ്കിൽ ഓഫീസർ ലെവൽ എൻട്രി ആയിരിക്കും ഇത് കാണുന്നത്. പിന്നെ നമ്മുടെ ഫ്ലൈയിങ് ബ്രാഞ്ചിൽ ഈ വട്ടം പെർമനൻറ്റ് കമ്മീഷന് മെന്നും വിമനും പറ്റത്തില്ലായിരിക്കും. SSC മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഫ്ലൈയിങ്ങിൽ മെന്നിന് 34 വേക്കൻസിയും ഫീമെയിലിന് 4 വേക്കൻസിയും വരുന്നത്. പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി വരുന്നതാണ് നമ്മുടെ AE 3 വേക്കൻസി, വിമന് 3 വേക്കൻസി സെയിം ആണ്. പിന്നെ AEMന് 9 വേക്കൻസി ഉണ്ട്, AE 3 വേക്കൻസി ഉണ്ട് ഫീമെയിലിന്. പിന്നെ വരുന്നതാണ് നമ്മുടെ താഴത്തെ ഈ കമ്മീഷന് വരുന്നതാണ് നമ്മുടെ ഇവിടെ എന്തായാലും പെർമനൻറ്റ് കമ്മീഷനിൽ നമുക്ക് ഒരിക്കലും വേക്കൻസി കാണത്തില്ലായിരിക്കും. ഓക്കെ, ഈ വട്ടം നമ്മുടെ ഷോർട്ട് സർവീസ് കമ്മീഷൻ നമുക്ക് വേക്കൻസി കാണുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇതിന് നമുക്ക് ഇതിൽ കാണുന്നത് ഫ്ലൈയിങ് ബ്രാഞ്ചിലും മെൻ ആൻഡ് വുമൻ രണ്ട് പേർക്കും 14 ഇയർ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എയർഫോഴ്സിൽ ആസ് എ പൈലറ്റ്. ഓക്കെ, പിന്നെ നമുക്കിതിന് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റാണ് നമ്മുടെ ഏജ്. ദ കാൻഡിഡേറ്റ് മസ്റ്റ് ബി എ ഇന്ത്യൻ സിറ്റിസൺ. ഫസ്റ്റാണ്. പിന്നെയാണ് നമ്മുടെ ഏജ് 20 to 24 ഏജ് വരെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ദോസ് ഹു ആർ ബോൺ ആഫ്റ്റർ 2 ജനുവരി 2003 to 2007 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഏറ്റവും കൂടുതൽ നമുക്ക് നോക്കാനുള്ളതിനകത്ത് കുറച്ച് ഏജ് നിങ്ങളുടെ അഥവാ കൂടുതലാണെങ്കിൽ ഈ സെക്കൻഡ് നമുക്ക് GD ആയിട്ടുള്ള ഗ്രൗണ്ട് ഡ്യൂട്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു ഏജ് നമ്മുടെ 2001 തൊട്ട് 2007 വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, മാരിഡ് സ്റ്റാറ്റസ് യു മസ്റ്റ് ബി എ സിംഗിൾ. അടുത്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ ലെവൽ. ദോസ് ഹു വാണ്ട് ടു അപ്ലൈ ഫോർ ദി ഫ്ലൈയിങ് ബ്രാഞ്ച് ദേ മസ്റ്റ് ഹാവ് ആൻഡ് ഫിസിക്സ് വിത്ത് ദെയർ 10+2. പിന്നെ അതുപോലെ തന്നെ യു ഹാവ് ടു ബി ഇൻ 60% മാർക്സ് ഇൻ യുവർ ഗ്രാജുവേഷൻ, BTech, PE, വാട്ട് എവർ ദേ ഹാവ്. പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ GD. ഇത് വരുന്നത് നമ്മുടെ ഫ്ലൈയിങ് അല്ല, നോൺ ഫ്ലൈയിങ് ആണ്. ഇതിനകത്ത് വരുന്നതാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് AEL ലെവല്. ഇതിൽ നമുക്ക് ഫിസിക്സും